കൊണ്ടോട്ടിയിലെ മദ്രസയിൽ 12 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം നവംബറിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പെരിന്തൽമണ്ണ കൊളത്തൂർ കൊണ്ടോത്ത് 33-കാരൻ മുഹമ്മദ് അഷ്റഫിനെ 7 മാസങ്ങൾക്കു ശേഷം കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ PM ഷമീർ അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ കുട്ടിയുടെ പരാതിയിൽ കേസെടുത്തതിനു ശേഷം ഇയാൾ ഡൽഹി, അജ്മീർ, ഹൈദരാബാദ്, ഏർവാടി, മംഗലാപുരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നാട്ടിലോ വീട്ടിലോ ഒന്നും ബന്ധപ്പെടാതെയും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും ഒളിവിൽ പാർക്കുകയായിരുന്നു. ഇവിടങ്ങളിലെല്ലാം പോലീസ് എത്തിയെങ്കിലും തൊട്ടു മുൻപായി ഇയാൾ പിടിയിലാകാതെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. തുടർന്നും കൊണ്ടോട്ടി പോലീസിന്റെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ സിക്കന്ദരാബാദിൽ നിന്നും ഇയാളെ കണ്ടെത്തുകയും പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ട്രെയിനിൽ കയറി മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന പ്രതിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ നിന്നും പിടികൂടുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സമാന രീതിയിൽ കുട്ടികളെ പീഡിപ്പിച്ചതിന് മുൻപ് കണ്ണൂർ ജില്ലയിൽ 2ഉം തിരൂരിൽ 1 കേസും ഇയാൾക്കെതിരെ നിലവിലുള്ളതാണ്. പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. കൊണ്ടോട്ടി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് PK സന്തോഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ PM ഷമീർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അമർനാഥ്, ഋഷികേഷ്, അബ്ദുള്ള ബാബു, ശുഭ, അജിത് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.